ബാലം വക്കീൽ ആദ്യം ഒരു ഇടിവെട്ട് അജണ്ട കൊണ്ടുവന്നു. അതായത് UDF-നെ വരുത്തല്ലേ നിങ്ങൾ, UDF-നെ വരുത്തിയാൽ ഇവിടെ ഭരിക്കുന്നത് ജമാഅത്തെ ആയിരിക്കും, ആഭ്യന്തര വകുപ്പ്. മാറാടുകൾ ആവർത്തിക്കും. 2 ഉണ്ടായിട്ട് ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു വെരുട്ട്. പണ്ട് RSS-നെ കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വെട്ടിയ വെരുട്ടാണ്. RSS BJP-യെ വരുത്തല്ലേ, RSS ഭരിക്കും, നിങ്ങളെ എല്ലാം തല വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ നിന്റെ രാജ്യത്തുനിന്ന് ഓടിക്കും. CA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ആക്ടിൻ്റെ കാര്യത്തിൽ ഇതേ കാര്യമാണ് പറഞ്ഞ ആളുകളെ വരുത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അടുത്ത അജണ്ട സെറ്റ് ചെയ്യൽ വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ണിന് മുമ്പിൽ 2016 മുതൽ CPM ഈ BJP-യെ പരിപോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ BJP പാർലമെൻറ്റ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചത് CPM-കാർ വോട്ട് കൊടുത്തിട്ടാണ്. അങ്ങനെയാണ് 75,000 വോട്ട് അവർക്ക് കൂടുതലായിട്ട് കിട്ടി. 75,000-ൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞു. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി എന്ത് പറയുന്നു? നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ചില പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ഈ പച്ചമടൽ വെട്ടി അടിക്കാൻ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ, അത് തോന്നുന്നതിന്റെ ഫലമായിട്ടാണ് അവർ ഈ വോട്ടിംഗ് മെഷീനിൽ പോയി ആഞ്ഞു കുത്തുന്നത്. ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം പറഞ്ഞല്ലോ പരിപോഷിപ്പിച്ചത് CPM ആണെന്ന്. പങ്കുണ്ട്, പക്ഷെ മുഖ്യ പങ്ക് അതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു പറയാം കോൺഗ്രസിനാണ്. കേരളത്തിലെ ഹിന്ദു ധ്രുവീകരണം ആദ്യമായിട്ടുണ്ടായ സംഭവം എന്ന് പറയുന്നത് നിലയ്ക്കൽ പ്രശ്നമാണ്. അന്ന് കരുണാകരൻ ഹിന്ദു വിരുദ്ധ ചേരിയിൽ നിന്ന് BJP-ക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ BJP-യുടെ നേതാവിനെ വളർത്തി വലുതാക്കിയത് കരുണാകരന്റെ കാലഘട്ടത്തില്. അതിനുശേഷമാണ് BJP-ക്ക് ഇവിടെ ഒരു വളരെ വലിയ മുന്നേറ്റം നടന്ന് ഇന്ന് ഏറ്റവും പെട്ടെന്ന് ഫുട് പ്രിന്റ് ഉണ്ടായത്. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വളർച്ചയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് BJP ആക്കിയത് അതിന്റെ തുടക്കം അവിടെയാണ് കുറിച്ചത്. ഇനി അത് കേന്ദ്രത്തിലേക്ക് പോയാലോ, കേന്ദ്രത്തിൽ BJP-ക്ക് വളക്കുറവ് കൊടുത്തത് CPM ആണോ? അത് ഈ കോൺഗ്രസ് പാർട്ടിയല്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ നയപരിപാടികൾ, അഴിമതികൾ, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളെല്ലാം വെച്ചുകൊണ്ടല്ലേ BJP വളർന്നു വന്നത്. ഇപ്പൊ CPM-ന് അതിൽ കേരളത്തിൽ നിന്ന് കുറച്ച് പങ്കുണ്ട്, അതായത് BJP വളർത്തിയതിൽ. ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ഇപ്പൊ EMS നമ്പൂതിരിപ്പാട് ഒരു കാലത്ത് പറഞ്ഞു, തർക്കമന്ദിരം പൊളിച്ചു മാറ്റിയിട്ട് നിങ്ങൾ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞു. EMS പറഞ്ഞു അത് പൊളിച്ചു മാറ്റിയാൽ തീരുന്ന പ്രശ്നമില്ലെന്ന്. രാമജന്മഭൂമിയിലെ തർക്കം, അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. എന്നാൽ പിന്നീട് വന്ന CPM-ന്റെ ഈ അഖിലേന്ത്യാ നേതാക്കന്മാരെല്ലാം ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവര് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വികാരം, അതായത് മുസ്ലിങ്ങളുടെ വലിയൊരു വിഭാഗത്തിന് അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ആ മനോഭാവത്തെ ചൂഷണം ചെയ്ത് രാഷ്ട്രീയമായി വളരാനുള്ള കുറുക്കന്റെ ആ ഒരു കണ്ണുണ്ടല്ലോ, 2 ആടുകൾ മുട്ടനാടുകൾ ഇടിച്ചാൽ ചോര കിട്ടുമെന്നുള്ള അതേപോലെ നിലപാട് സ്വീകരിച്ചവരാണ്. അങ്ങനെയല്ലേ BJP ആ പ്രശ്നം പരിഹരിച്ചെങ്കിൽ? വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ അല്ലേ? അയോധ്യ പ്രശ്നം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ സാഹോദര്യത്തോടു കൂടി പരിഹരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ധ്രുവീകരണം നടത്താൻ കോൺഗ്രസിനോ CPM-നോ ജനതാദൾ പാർട്ടികൾക്കോ എന്തെങ്കിലും അവസരം കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെ അത് നിലനിർത്തിക്കൊണ്ട് BJP-ക്ക് വളരാൻ അവസരം കൊടുത്തത് ഇടതുപക്ഷത്തിന് അഖിലേന്ത്യാ തലത്തിൽ നിർണായകമായ പങ്കുണ്ട്, കേരളത്തിൽ ഈ പറയുന്ന രീതിയിലും പങ്കുണ്ട്. 1987 അതുപോലെ EK നയനാർ മന്ത്രിസഭ അധികാരത്തിൽ വരാൻ കാരണമായത് വാസ്തവത്തിൽ EMS-ന്റെ ഒരൊറ്റ വാക്കാണ്. അതായത് ശരീഅത്ത് കോടതികൾ അംഗീകരിക്കില്ല, ശരിയല്ല, അത് ഇന്ത്യൻ കോടതികളാണ് അംഗീകരിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഷാബാനു കേസിലും അവരെടുത്ത നിലപാട് കോടതി പറയുന്നത് അനുസരിക്കണം. അതിന് പകരമാണ് രാജീവ് ഗാന്ധി കൊണ്ടുപോയി പ്രത്യേക ബില്ല് കൊടുത്ത് മുസ്ലിങ്ങൾക്ക് പ്രീണനം തുടങ്ങി, ശക്തമായ രീതിയിൽ പ്രീണനം തുടങ്ങി. പിന്നെ ഒരുപാട് പറയാനുണ്ട്, അതൊന്നും പറയുന്നില്ല. പക്ഷേ 1987 കേരളത്തിൽ നിലവിൽ വന്ന മന്ത്രിസഭ എന്ന് പറയുന്ന ഒരൊറ്റ വർഗീയ കക്ഷിയുമില്ലാത്ത ഒരു ഇടതുപക്ഷ മുന്നണിയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യമല്ല, ഇടതുപക്ഷ മുന്നണിയായിരുന്നു. മര്യാദയ്ക്ക് കേരളത്തിന് അഭിമാനം തോന്നിച്ച ഒരു നിമിഷമായിരുന്നു. പക്ഷേ 1968 സപ്തകക്ഷി മഴവിൽ മുന്നണി എന്ന് പറയുന്ന 7 കക്ഷികളടങ്ങിയ ആ മുന്നണിയാണല്ലോ മതത്തിൻ്റെ പേരിൽ ഒരു ജില്ല അനുവദിച്ചു കൊടുത്ത് ഇല്ലാത്ത ഡെമോഗ്രാഫിക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് വെള്ളിത്താലത്തിൽ അത് വെച്ചു കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഈ വർഗീയ ധ്രുവീകരണത്തിന് തുടക്കം കുറിച്ചത്.
അല്ലേ? അപ്പൊ അത് ഒരു തരത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നത് പരോക്ഷമായിട്ട് ശരിയാണ്. അതാണ് ഹിന്ദുക്കളിൽ നിശബ്ദ ഭൂരിപക്ഷമായി സമാധാനമായി കഴിഞ്ഞിരുന്ന ഹിന്ദുക്കളിൽ ഒരു തരം പ്രതിഷേധ സ്വരം. അതോ ഇങ്ങനെയാണല്ലോ, ഞങ്ങൾക്കൊരു വിലയുമില്ലല്ലോ, ഞങ്ങൾ CPM-നെ ജയിപ്പിക്കുന്നു വർഷാവർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഭൂരിപക്ഷമായി പോയെന്നൊരു കാരണത്താൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ വേദനകളിൽ നിന്ന് ആരംഭിക്കുന്നതാണ് താമരയുടെ വിരിയൽ. നിഷേധിക്കാൻ പറ്റും. താമരയെ വിരിയണമെങ്കിൽ അഴുക്ക് ചാലിലാണ് അത് വളരുന്നത്, ചെളിയിലാണ് വളരുന്നത്. അതായത് കോൺഗ്രസിന്റെയും CPM-ന്റെയും രാഷ്ട്രീയ അഴുക്ക് ചാലുകൾ, അവർ കാണിച്ച വൃത്തികേടുകളിൽ നിന്നാണ് ഈ പ്രസ്ഥാനം ഉദയം ചെയ്തു വന്നത്. കേന്ദ്രത്തിൽ നമുക്ക് നോക്കാം. കേന്ദ്രത്തില് 2G സ്പെക്ട്രം കേസ് വളരെയധികം കോൺഗ്രസിനെ സ്വാധീനിച്ചൊരു കേസാണ്. അത് കോൺഗ്രസിന്റെ ഒരു ഘടകകക്ഷിയാണ് ചെയ്തെങ്കിലും ആദ്യം വരുന്നവർക്ക് ആദ്യത്തെ ലൈസൻസ് എന്ന രീതിയിൽ അത് കൊണ്ടുവന്നപ്പോൾ 1,76,000 കോടി രൂപയുടെ ഒരു അഴിമതി കണ്ടു. വിനോദ് റായ് കണ്ടെത്തി. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ഇത് കോടതി ചെന്നപ്പോൾ ഇത് വായിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ സംഖ്യയാണല്ലോ. ആ ഒരു കേസ് വന്നതിന് ശേഷം, അതിനു മുമ്പ് ബൊഫേഴ്സ് കേസ് വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് എന്തായിരുന്നു? അതായത് ഈ കോൺഗ്രസിന് തനിച്ച് മത്സരിച്ചൊരു മുന്നണി ഇല്ലാതെ തനിച്ച് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന സ്ഥാനങ്ങളിൽ പോലും വർഗീയതയുടെയും പ്രാദേശികതയുടെയും സമുദായത്തിന്റെയും മതത്തിന്റെയും ഒക്കെ പേരിൽ സീറ്റുകൾ അനുവദിച്ചു കൊടുത്ത് ഒരു കാരണവുമില്ലാതെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പ്രീണിപ്പിക്കുമ്പോൾ അവർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് ഉപയോഗിച്ചത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായി BJP കോൺഗ്രസ് എന്ന രീതിയിൽ ഒരു ധ്രുവീകരണത്തിലേക്ക് അത് നയിച്ചു. ആ പാർട്ടിയുടെ ശക്തി സ്രോതസ്സുകളെല്ലാം BJP പിടിച്ചെടുത്തു. കാരണം ആ പാർട്ടിയുടെ ശക്തി സ്രോതസ്സുകൾ ഹിന്ദു ബെൽറ്റ് ആയിരുന്നു. അവിടെ ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാവുന്ന ഒരു യുവ തലമുറ വളർന്നു വന്നു. അപ്പോൾ പരമ്പരാഗതമായി ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന നിലപാടിൽ നിന്ന് പ്രശ്നാധിഷ്ഠിതമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന തലമുറ വന്നപ്പോൾ കോൺഗ്രസിന് എഴുതേറ്റി. ജെൻസി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അങ്ങനെയാണ് വിളിക്കുന്നത്, യുവതലമുറ കോൺഗ്രസിനോടൊപ്പം ഇല്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞില്ല. അഖിലേന്ത്യാ തലത്തിൽ അവരുടെ എല്ലാ അഭിപ്രായം മോദിയിലേക്ക് മാറിയത് മോദിയുടെ വികസന നടപടികൾ കൊണ്ടാണ്. അപ്പോൾ വികസന നടപടികൾ കോൺഗ്രസിന് നേരത്തെ തുടങ്ങി വെക്കാമായിരുന്നു. അതിന് പകരം അവര് മുദ്രാവാക്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു. മതങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസം അവരെ പരാജയപ്പെടുത്തി. അതിനിപ്പോഴും ഇതേ തന്ത്രം പ്രസ്താവനകളിലൂടെയല്ലേ അദ്ദേഹം നടത്തുന്നത്. മതങ്ങൾ വർഗീയ രാഷ്ട്രീയം തടിച്ചു ഒഴുക്കുകയും കോൺഗ്രസ് ക്ഷീണിക്കുകയും ചെയ്തതാണ് ഇന്ത്യയുടെ ആ ചരിത്രം, അല്ലേ? വാസ്തവത്തിൽ മറുവശത്ത് കോൺഗ്രസും അപ്പോൾ അതുപോലെ തന്നെ CPM ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് തെരഞ്ഞെടുപ്പിലെ 2 അജണ്ടകൾ സെറ്റ് ചെയ്യും. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും ആഭ്യന്തരം എന്നുള്ളത്, മറ്റേത് ഇപ്പോൾ CPM-ൻ്റേത് കോൺഗ്രസിനെ പിന്നെ ഒരു ഇരവാദത്തിൽപ്പെടുത്തുകയാണ്. അതായത് കോൺഗ്രസ് ഒരു ഇരയും CPM ഇങ്ങനെ BJPയെ പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നൊരു വാദവും. ഈ വാദത്തിൽ പക്ഷേ മാഷ് പ്രത്യക്ഷമായിട്ട് അദ്ദേഹം പറഞ്ഞതിലൊരു വൈരുദ്ധ്യം കാണുന്നത്. 75,000 വോട്ട് CPM-ൻ്റേതാണ് പോയതെന്ന് പറയുന്നതിൽ അത് യുക്തിസഹമാണോ? അത് പറയുന്നത് ഈ വിജയപരാജയങ്ങളുടെ മുൻ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ പാർട്ടിയിലേക്ക് BJPയിലേക്ക് 2 മുന്നണിയിൽ നിന്നും വോട്ട് പോകുമ്പോൾ 2 കൂട്ടരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പറയുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ അല്ല നിങ്ങളുടെയാണ് പോകുന്നത്. ഒരു പറയുന്നൊരു വാചകമുണ്ട്, നാളെ നേരം വെളുത്താൽ BJP ആകുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് പറയും. CPM പറയും. അതേപോലെ തന്നെ കോൺഗ്രസ് പറയും CPM പ്രവർത്തിക്കുന്നതെല്ലാം BJPക്ക് വേണ്ടിയാണെന്ന് പറയും. ഒരു സിമ്പിൾ എക്സാമ്പിൾ സാറ് ശ്രദ്ധിച്ചു കാണും, കഴിഞ്ഞ ദിവസം നടന്നതാണ്. അതായത് ഡൽഹിയിലെ ഒരു വാർത്താ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ നമ്മുടെ KC വേണുഗോപാലും ഉണ്ട്, ജയറാം രമേശോ ഏതൊരു കോൺഗ്രസിന്റെ നേതാവുമുണ്ട്. ഈ സമ്മേളനത്തിനിടയിൽ ഡൽഹിയിലെ പത്രക്കാർ ചോദിക്കുന്നു, കേരളത്തിലുള്ളവർ ചോദിക്കില്ലല്ലോ, ചോദിക്കുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെയുള്ള വേട്ടയ്ക്കെതിരെ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഇവര് അതിന് മറുപടി പറയാതെ ആവർത്തിച്ച് ചോദിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവര് മറുപടി പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ശ്രദ്ധിച്ചോ? ഇത് BJP പോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് അവിടെ നിന്ന് അവര് മറുപടി പറയാൻ ഭയന്ന് എന്തുകൊണ്ടാണെന്നറിയാം? അവർ മറുപടി പറയാൻ ഭയന്നത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾക്കെതിരെ, ഭരണകൂടത്തിനെതിരെ ഞങ്ങൾ സംസാരിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഞങ്ങൾക്കെതിരാകും. ഇതാണ് ഇവരുടെ മൈൻഡ് സെറ്റ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇതിപ്പോ AK ബാലൻ മാഷ് ജമാഅത്തെ ഭരിക്കുമെന്ന് പറഞ്ഞത് വർഗീയമായത് എങ്ങനെ? ജമാഅത്തെ അതുപോലെ ചെയ്യുന്ന
ഒരു സംഘടനയാണെന്നുള്ള കാര്യം കോൺഗ്രസ് ഊന്നി പറയും. അതുകൊണ്ട് ജമാഅത്തുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയില്ല എന്ന് പറയേണ്ടതിന് വരെ ജമാഅത്തെ അവരുടെ ഭരണഘടന മാറ്റി. ഇങ്ങനെയുടെ ആരാ പറയുന്നത്? വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്. ഇദ്ദേഹം പുസ്തകമൊക്കെ ധാരാളം വായിക്കുന്ന ആളല്ലേ. ഇദ്ദേഹത്തിനോട് ആരാ പറഞ്ഞ ഭരണഘടന മാറ്റിയെന്ന്? അവർക്കൊരു CPM-ന് ഇപ്പോൾ ഒരു അടവ് നയമുണ്ട്. തങ്ങൾക്ക് അനുകൂലമല്ല അന്തരീക്ഷമെങ്കിൽ അവർ മടക്കിയിരിക്കും. അനുകൂലമാവുമ്പോൾ പത്തി വിരിച്ചാടും. അതാണ് നമ്മൾ കണ്ടത്. നമ്മൾ തക്കിയ എന്ന് പറയുന്ന മറ്റേ CPM അടവ് നയം എന്ന് പറയും. ആ തരത്തിലുള്ള ഒന്ന് അതാണ് നമ്മൾ കണ്ടത്. മാപ്പിള ലഹളയിൽ നമ്മൾ കണ്ടതാണ്. സ്വാതന്ത്ര്യ സമരം ഒന്നും അല്ലാതെ ശക്തമായിട്ട് പത്തി വിരിച്ചാടി വർഗീയ വിഷം ബംഗ്ലാദേശിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്നിട്ട് ആ ബംഗ്ലാദേശിനെ കുറിച്ച് പറയുന്നിടത്തു നിന്നാണ് ഒളിച്ചോടി പോകുന്നത്. അതേസമയം ഹമാസിനെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഒരു 2-3 പാരഗ്രാഫിനുള്ള വാക്യങ്ങൾ അവിടെ അവർക്ക് കിട്ടിയേനെ. മനസ്സിലായില്ലേ? അപ്പം ഇതല്ലേ ശരിയായിട്ടുള്ള വാസ്തവത്തിൽ നമുക്കിപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ എത്താം. അതായത് വാസ്തവത്തിൽ കോൺഗ്രസും CPM-ഉം ആണ് വർഗീയ കക്ഷികൾ. BJP ആണ് യഥാർത്ഥത്തിൽ വികസനത്തിൻ്റെ കക്ഷി. ആ തരത്തിലുള്ള അജണ്ടയാണ് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം BJP-ക്ക് ഇനി വർഗീയം കളിക്കേണ്ട ആവശ്യമില്ല, വികസനം മതി. അല്ല, അവർ എസ്റ്റാബ്ലിഷ് ആണ്. അവർ ഞങ്ങൾ ഹിന്ദു പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്. ഇവരത് പറയാതെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി സതീശൻ എന്തിനു സംസാരിക്കുന്നു? അതെ, അദ്ദേഹം അത്രമാത്രം അധപതിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് സംവിധാനമുണ്ട് പറയാൻ. രണ്ടു കൂട്ടരും ജമാഅത്തെ ഇതുപോലുള്ള കുൽസിത സംഘടനകളെ ഒഴിവാക്കി നിർത്തിയിരുന്നുവെങ്കിൽ അപ്പോഴാണ് കേരളത്തിൽ വർഗീയതയും വർഗീയ ലഹളകളും ഇല്ലാതാവുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇന്ത്യൻ പൗരന്മാരാണ്. വേറൊരു പരിഗണനകളും ഈ 3 സമുദായ മതസംഘടനകൾക്കും 2 മുന്നണികളും കൊടുക്കാൻ പാടില്ല. ആ കാര്യം പറയുന്നത് മോഹൻ ഭാഗവത് മാത്രമാണ്. വർഗീയമാണ് ബാക്കി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.